നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ഗ്ലിസറേറ്റ് ഇതുവരെ റെഡി ആയിട്ടില്ല കേട്ടോ, ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയാം അതിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടെന്ന്. അപ്പോൾ ഒരാൾ ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണ് ഈ ഇലകൾ ഉണക്കിയെടുക്കണേന്ന്. നമ്മുടെ വീട്ടുപറമ്പിലൊക്കെ എന്തോരം ഇലകളാണ് ഉള്ളത് അല്ലേ. പപ്പായയുടെ ഇല, അതുപോലെ മുരിങ്ങയില, വേപ്പില, ഇങ്ങനെ പേരയ്ക്കയില, അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെ ഈ ഇലകൾ നമ്മൾ വെയിലത്തിടാതെ നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ഉണക്കിയെടുക്കാം. അതുപോലെ ഓറഞ്ച് പീൽ പൗഡറും ഉണക്കിയെടുക്കേണ്ട രീതിയുണ്ട്. ഓറഞ്ച് പീല് പൗഡറാക്കാൻ ഉണക്കിയെടുക്കേണ്ട രീതിയുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നമ്മളിത് ഡയറക്റ്റ് സൺലൈറ്റിൽ ഉണക്കാൻ പാടില്ലാത്തതിൻ്റെ കാരണം എന്ത്, പൊടി ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് ഞാൻ ഉണക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീടുകളിൽ ഇപ്പോൾ നാട്ടിൽ നമുക്ക് എല്ലാവർക്കും വേനൽക്കാലത്താണെങ്കിലും മഴക്കാലത്താണെങ്കിലും ഫാൻ ഇല്ലാതെ പറ്റില്ലല്ലോ. ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും ഫാനുണ്ട്. അപ്പോൾ കൂടുതൽ ഫാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ടൈൽസ് ഇട്ടവരാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ തറയിൽ പേപ്പറിൽ നമ്മൾ ഇതുപോലെ വിരിച്ചിടണം, നന്നായിട്ട് വാഷ് ചെയ്ത്. ഇപ്പോൾ പൊടിയൊക്കെ കുറവാണ് മഴയായതുകൊണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് വാഷ് ചെയ്തിട്ട് അതൊന്ന് അതിൻ്റെ വെള്ളം വലിഞ്ഞൊന്ന് ഉറപ്പ് വരുത്തി അത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങിക്കിട്ടും നമുക്ക്. അത് കുറച്ച് നാൾ അത് അവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി. പിന്നെ ഈ എത്രയൊക്കെ മഴയാണെന്ന് പറഞ്ഞാലും നമുക്ക് കുറച്ച് വെയിലൊക്കെ വരുമ്പോൾ പെട്ടെന്നാണ് ഈ ടൈൽസൊക്കെ ചൂടാവുന്നത്. അപ്പോൾ ആ ചൂട് മതി ഇത് ഉണങ്ങി കിട്ടാനായിട്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ടെറസിൻ്റെ പുറത്ത് മേൽക്കൂരയുള്ളവരുണ്ടാവുമല്ലോ, അപ്പോൾ അതുമ്മ ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതും ഇതുപോലെ തന്നെ അതിൻ്റെ കീഴെ തറയിൽ ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതിൽ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ തന്നെ. എനിക്ക് നല്ല ക്രിസ്പി ആയിട്ട്, വേപ്പിലൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പക്ഷേ നമ്മുടെ കപ്പലയൊന്നും നമ്മൾക്ക് അങ്ങനെ അത്ര ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ഇനി ഇത് പൊടിപ്പിക്കാൻ കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം തീരുമാനിക്കണം എന്തിനാണ് ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കാൻ പോകുന്നതാണ്. ഹെയറിനാണോ, സ്കിന്നിനാണോ, ഏത് ടൈപ്പ് സ്കിന്നിനാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു പ്രത്യേക അളവിൽ ഓരോ കാര്യങ്ങൾ എടുത്തിട്ട്, ഇപ്പോൾ ചിലവർ ഉണ്ടാക്കുന്നവരുണ്ട്. ഇപ്പോൾ എനിക്കറിയാം ചിലവരൊക്കെ ഈ ഫേസ് പാക്കൊക്കെ ഫ്രഷായിട്ട് ഉണ്ടാക്കി വീട്ടിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇത് ഉണക്കി പൊടിപ്പിച്ച് വെക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊടി നല്ല എപ്പോഴെപ്പോഴും ഇത് ഉണ്ടാക്കുന്നതിന് പകരം നമ്മൾ ഉണക്കി പൊടിപ്പിച്ച് വെച്ചാൽ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ എത്ര അളവിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പിമ്പിളുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീം, പേരയുടെ ഇല, പപ്പായ ഇല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പ്രപ്പോർഷൻ അളവിൽ ഒരുമിച്ച് അത് പൊടിപ്പിച്ച് വാങ്ങിക്കുക. അപ്പോൾ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി കൊടുത്താൽ മാത്രമേ അവർ പൊടിച്ച് തരുള്ളൂ. ഒരു മിനിമം 2 കിലോ ഒക്കെ അവർ പറയും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് എല്ലാ ഇലകളും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി പൊടിച്ച് കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. അടുത്തത്, ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം, നമ്മൾ ഫോമുലേറ്റ് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം നമ്മൾ പല കാര്യങ്ങളും ചേർത്ത് കൊടുക്കുന്നത് കൂളിംഗ് പീരീഡ്, അതായത് ഒരു 30 to 35 അല്ലെങ്കിൽ 40 വരെയുള്ള ടെമ്പറേച്ചറിൽ വരുമ്പോഴാണ് ചേർത്തത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, എസെൻഷ്യൽ ഓയിൽ, ചില ഹീറ്റ് സെൻസിറ്റീവ് ഓയിലുകൾ. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ ഗുണം നഷ്ടപ്പെടും. വൈറ്റമിൻ സി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ചൂട് മതി, അത് അതിൻ്റെ കംപ്ലീറ്റ് ഗുണങ്ങൾ പോകും. ഇപ്പോൾ വൈറ്റമിൻ സി ഉപയോഗിക്കുന്നവർക്ക് അറിയാം, അവർ കൃത്യമായിട്ട് ബോട്ടിൽ എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ ചൂട് കൊള്ളാൻ പാടില്ല. ചിലവരത് ഫ്രിഡ്ജിൽ വെക്കുന്നവർ പോലും ഉണ്ട്, അത്രയും ഹീറ്റ് സെൻസിറ്റീവാണ്. അപ്പോൾ ഇതാണ് ഇലകളുടെ കാര്യം. ഇനി നമുക്ക് ഓറഞ്ച് പീല് അല്ലെന്ന് വെച്ചാൽ ഇത്തിരി ഫ്ലഷി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഉണക്കിയെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ എൻ്റെ ഓറഞ്ച് പീലാണ്. നമ്മൾ നാച്ചുറലായിട്ട് വൈറ്റമിൻ സി കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ഓറഞ്ച് പീലിൻ്റെ പൗഡർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓറഞ്ച് പീൽ നമ്മൾ എപ്പോഴും ഇതുപോലെ എയർ ഫ്ലോ ഉള്ള ഇതുപോലെയുള്ള കണ്ടോ ഈ ഹോൾ പോലെയുള്ള സാധനങ്ങളിൽ വേണം വെക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു ഈച്ച അല്ലെങ്കിൽ, കാരണം ഇതിങ്ങനെ വരുമ്പോൾ നമുക്കറിയാം അതിങ്ങനെ അലുത്ത് വന്ന് അതുമ്മ ഇങ്ങനെ കുഞ്ഞീച്ചയൊക്കെ വന്നിരിക്കും. അതൊന്നില്ലാതിരിക്കാനായിട്ട് ഒരു ക്ലോസ്ഡ് എയർ ഫ്ലോ ഉള്ള റൂമുകളിൽ, ഇപ്പോൾ അപ്സ്റ്റെയർസാണ് ഏറ്റവും ബെസ്റ്റ്. ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുകളിലേക്ക് പോകാനായിട്ടുള്ള ഒരു സ്റ്റെയർ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഒരു ഗേറ്റ് പോലെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ എയർ ഫ്ലോ വരും ചെയ്യും. ഒരു കമ്പി പോലെയുള്ളതാണ്, എയർ ഫ്ലോ ഉണ്ട് താനും, അന്ന് കംപ്ലീറ്റ് ക്ലോസ്ഡ്. അവിടെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതായത് ഡയറക്റ്റ് സൺലൈറ്റ് പാടില്ല, എയർ ഫ്ലോ വേണം. ഈ വിട്ട് വെക്കുന്ന സാധനത്തിന് അപ്പ് ആൻഡ് ഡൗൺ എയർ ഫ്ലോ വേണം. അറ്റ് ദ സെയിം ടൈം ആ റൂമിലേക്കും ഒരു എയർ ഫ്ലോ വേണം താനും. എനിക്ക് വളരെയധികം റിസൾട്ട് തരുന്ന ഒരു സാധനമാണ് ഈ ഓറഞ്ച് പീൽ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഉണ്ടാക്കിയെടുക്കാനാണ് പാട്. നമുക്ക് ഇതുപോലെ കുറച്ച് കൂട്ടി വെച്ച് അത് കുറേ നാൾ കഴിയുമ്പോഴാണ് നമുക്ക് കുറച്ച് പൗഡറുകൾ കിട്ടുന്നത് തന്നെ. ഇതിൻ്റെ ഏറ്റവും ഗുണമെന്ന് പറഞ്ഞാൽ സൺ ടാൻ പോകാനായിട്ട് ഇത് തൈരിലോ അല്ലെങ്കിൽ പാലിലോ ചാലിച്ച് കൈമ നെക്കിലൊക്കെ പെട്ടെന്ന് സൺ ടാൻ വരും. അപ്പോൾ ഈവൻ മുഖത്തായാൽ പോലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഓറഞ്ച് പീൽ പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.